പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ലൈറ്റും എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊയലപ്പം റെഡിയാക്കാം കേട്ടോ. ഇതിന്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ലൈറ്റ് ആണ്, ഒട്ടും കാണില്ല, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കട്ടെ. ഇതിനു മുമ്പ് ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കൊയലപ്പത്തിന്റെ തന്നെ. അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഇതിനുണ്ട് കേട്ടോ. അതുണ്ടാക്കിയിട്ട് നന്നാവാത്തവർക്ക് അത് അരിപ്പൊടി മാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഇച്ചിരി മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് അത് തന്നെയാണ് കൂടുതൽ, എന്നാലും ഫ്ലോപ്പ് ആവാണ്ടിരിക്കാനുള്ള സാധ്യത ഇതിന് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. കണ്ടില്ലേ, വളരെ ലൈറ്റ് ആണ്, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1.5 കപ്പ് അരിപ്പൊടിയുടെ കുഴലപ്പം കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്, അപ്പപ്പൊടി ആയിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മാവിന് ചെറിയൊരു ഇലാസ്റ്റിസിറ്റി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് പരത്താനും റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരിയും കൂടി എളുപ്പമായിട്ട് കിട്ടും. പിന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. എല്ലാം കൊണ്ട് നല്ലതാണ്. അരിപ്പൊടി മാത്രമാണ് ശരിക്കും കുഴലപ്പത്തിന് ചേരാ കേട്ടോ. ഒരുപാട് മൈദപ്പൊടി ഒന്നും ചേർക്കരുത്. പൊടികൾ നമുക്ക് വാട്ടിയെടുക്കാനുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഗാർലിക് 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകമാണ് 1 ടീസ്പൂൺ ഇട്ടെടുക്കാം. ഇതെല്ലാനും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല മഷി പോലെ പേസ്റ്റ് ഒന്നും ആവണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ക്രഷ് ആയിട്ടുണ്ടെന്ന് അരിപ്പ് വരുത്താം കേട്ടോ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കട്ടിയായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പരത്തുന്നതും റോൾ ചെയ്യണൊക്കെ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും, പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടി വാട്ടാനുള്ള വെള്ളം എടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഇട്ടെടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കണം. നിങ്ങൾക്കൊരു യെല്ലോയിഷ് കളർ വരുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുക്കാം കേട്ടോ. എനിക്ക് മഞ്ഞപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല. മഞ്ഞപ്പൊടി ഇടാതെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒഴിച്ച വെള്ളം കുറവാണല്ലോ, ഇത്രയും പൊടിക്ക് ഇത്രയും വെള്ളം പോരല്ലോ എന്ന്. നമ്മൾ മുട്ട കൂട്ടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടിക്ക് ഈ ഒരു വെള്ളം കറക്റ്റ് ആട്ടോ. ഈ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാട്ടോ ഞാൻ വാട്ടിയെടുക്കുന്നത്. വെള്ളം കുറച്ച് കുറഞ്ഞൊരു പുട്ടിനൊക്കെ പൊടി വാടുന്നതിൽ ഇച്ചിരി കൂടിയ രീതിയിലായിരിക്കും വെള്ളം നിൽക്കുക. ആ ഒരു പാകത്തിന് മതി കേട്ടോ, വെള്ളം കൂടി പോവണ്ട. ഇനി ഇത് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണ അരി നല്ല ചൂടനെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കുഴ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ചൂടനെ തന്നെ ചൂടാറുന്ന വരെ കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിലേക്ക് എള്ളും കൂടി ചേർത്താട്ടോ ഞാൻ കുഴക്കുന്നത്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇട്ടിട്ടുണ്ട്. വൈറ്റ് എള്ളിന്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന കാരണം ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മിച്ച് പാളയിലാട്ടോ പൊടി വാട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ പനയുടെ ഒക്കെ പാള ചാടുമല്ലോ, അതെടുത്തോണ്ടൊന്ന് കൈകി കീറിയൊക്കെ വെച്ചിട്ടുണ്ടാവും. പൊടി വാട്ടുന്നത് അതിലേക്ക് ഇട്ട് അത് വെച്ച് കുഴച്ചെടുക്കും. നല്ല സുഖമായിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കിട്ടുമായിരുന്നു. ഇപ്പൊ ചാക്കാണ് കേട്ടോ. പാളയൊന്നും ഇപ്പൊ കിട്ടാനില്ല. ചാക്ക് ഇങ്ങനെ കുഴക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചേക്കണ ഒരു ചാക്കാണത്. ചൂടിനെ തന്നെ കുഴക്കുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ ചാക്കേപ്പാടി പുറത്തുനിന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മുട്ട ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്കിപ്പോ ഇതിന് വെള്ളം 2 മുട്ട അധികം ആവില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ 2 മുട്ട ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ മുട്ട ചേർക്കുമ്പോൾ ആദ്യം ഒരെണ്ണം ചേർത്തിട്ട് വെള്ളം അധികം ആവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മുട്ട ചേർത്താൽ മതി. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കാം കേട്ടോ. തീരെ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി വലുതൊന്നും ആക്കണ്ട കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒത്തിരി അങ്ങ് പരുത്തി ചുരുട്ടാനൊക്കെ നിൽക്കുമ്പോൾ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ചെറിയതാവുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ചുരുട്ടാനൊന്നും. അപ്പൊ അതനുസരിച്ച് ചെറിയ ഉരുളകളാക്കിയാൽ മതി. ഇനി ഇതുപോലെ പ്രസ്സിൽ ഒന്ന് എണ്ണ തേച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നൈസായിട്ട് വല്ലാതെ പരന്നു പോകുന്ന പ്രസ്സാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് അമർത്തി പ്രസ് ചെയ്യാൻ നിൽക്കണ്ട. ചെറിയൊരു കട്ടി കേട്ടോ, ഒരുപാട് കട്ടിയല്ല, ഒരു ചെറിയൊരു ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചൂണ്ടുവിരൽ ഇങ്ങനെ നീട്ടി പിടിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ നല്ല എളുപ്പമാട്ടോ. നമ്മൾ കോലൊക്കെ എടുത്ത് ചുരുട്ടണേലും ഭയങ്കര എളുപ്പം ഇതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കോല് വെച്ച് തന്നെ ഒരു കോല് എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് അതിന് ചുറ്റിനായിട്ട് ചുറ്റിച്ച് നെക്കി എടുക്കാം കേട്ടോ. കോല് വെച്ചൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ പുറത്തേക്കൊക്കെ എടുക്കാൻ ഭയങ്കര പണിയായിരിക്കും. എണ്ണ നന്നായിട്ട് തിളക്കണം കേട്ടോ. എണ്ണ നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം വേണം നമുക്ക് അതിലേക്ക് ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയൊക്കെ പോവും, പൊളക്കില്ല. നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കുഴലപ്പം ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വറക്കണ സമയത്ത് ഒരാളെയും കൂടി വിളിക്കാം കേട്ടോ. എന്താന്ന് വെച്ചാൽ പരുത്തി ഒത്തിരി സമയം ഇങ്ങനെ ചുരുട്ടി വയ്ക്കുന്നത് അത്ര നല്ലതല്ല. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ചുങ്ങിയൊക്കെ പോവും, പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എണ്ണയിലേക്ക് ഇട്ട് വേറൊരാൾ വറുത്തെടുക്കുക, ഒരാൾ പരുത്തി ചുരുട്ടി വയ്ക്കുക. നല്ല തിളച്ച എണ്ണയിലേക്ക് കൊള്ളാവുന്ന അത്ര ഞാനിപ്പോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് കയ്യിലോട്ട് ഇളക്കാനോ ഒന്നിനും നിൽക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് അങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. വല്ലാതെ അങ്ങ് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. ചെറിയ ഗോൾഡൻ കളറായി കഴിഞ്ഞ് ഈ ഒരു കളറായി കഴിയുമ്പോൾ തന്നെ കോരിയെടുക്കാം കേട്ടോ. എന്താന്ന് വെച്ചത് കോരി എടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ ഇരുന്ന് മുറുകും കുറച്ചുകൂടി. പിന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മുറുകാതെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്ന് തണുത്തും പോകും കേട്ടോ. അതും ഒരു പ്രശ്നമാണ്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക. ചെറിയ ഉരുളകൾ ഉണ്ടാക്കി കുഞ്ഞു കുഞ്ഞിതായിട്ട് പരത്തിയിട്ട് ഒറ്റ റൗണ്ടിനുള്ളത് ചുരുട്ടിയാൽ മതി. ഉള്ളിലേക്കൊക്കെ ഒത്തിരി റൗണ്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഉണ്ടാക്കണ കാര്യമല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങോട്ട് നന്നായിന്ന് വരില്ല. ഉള്ളിലേക്കൊക്കെ പോണത് വേവാതെ ഇങ്ങനെ തണുത്തൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊക്കെ കംപ്ലീറ്റ് മുറുകി ഇതാവണൊക്കെ വരെ നമ്മൾ എണ്ണയിലിട്ട് എടുക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റേ പോകും കേട്ടോ. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് കുഴലപ്പം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള സാധനങ്ങൾ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ വച്ചേക്കാന്ന് കരുതിയൊന്നും നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. ഇതിപ്പോ ഒരു ദിവസം 2 ദിവസം കൊണ്ട് തന്നെ പാത്രം കാലിയാവും കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ലൈറ്റാണ്, ഉള്ളൊക്കെ നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടുക. പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇപ്പൊ ഞാൻ ഇടുന്ന ഈ കുറച്ച് വീഡിയോസ് ഞാൻ തന്നെ എടുത്തതാണെങ്കിൽ അത് കുറച്ച് മുമ്പേ എടുത്തതാട്ടോ. പഴയ ചാനലിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ആ ചാനലില്ല, ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് പണ്ടൊരു ചാനൽ തുടങ്ങിയായിരുന്നു. പിന്നെ ജോലി തുടങ്ങിയപ്പോൾ